വളരെ ഭംഗിയുള്ളതും ക്യൂട്ടായിട്ടുമുള്ള ഗ്രേപ്പ് വൈൻ വെച്ചുണ്ടാക്കിയൊരു റീത്ത് നമുക്കിന്ന് വീട്ടിലുണ്ടാക്കിയാലോ. ക്രിസ്മസ് റീത്ത് നമ്മുടെ ഡോറിൻ്റെ മുകളിലായിട്ട് തൂക്കുന്നത് ജീസസ് ക്രൈസ്റ്റിനെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ്. ക്രിസ്മസ് റീത്തിനായിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഗ്രേപ്പ് വൈൻ വെച്ചിട്ടുണ്ടാക്കുന്ന ഇതുപോലത്തെ റിംഗ് ആണ്. അതുപോലെ തന്നെ വേണ്ടത് കോണാണ്. ഇതെല്ലാം നമുക്കിപ്പോൾ ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും. റെഡ് ബെറീസും പൈൻ ലീഫും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇത് രണ്ടും ഞാൻ തന്നെ ചെയ്തെടുത്തതാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കുന്നുണ്ട്. 3 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തും പിന്നെ ആവശ്യത്തിന് നീളവുമുള്ള ഒരു ക്രേപ്പ് പേപ്പർ ഇതുപോലെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ക്രിസ്മസ് റീത്ത് ഫ്രണ്ട് ഡോറിൻ്റെ മുകളിലായിട്ട് തൂക്കിയാൽ ഗുഡ് ലക്ക് കൂടി നമ്മുടെ വീട്ടിലേക്ക് ഈ സമയത്ത് വരുമെന്നാണ് വിശ്വാസം. അപ്പോൾ ഞാൻ ക്രേപ്പ് പേപ്പർ ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഗം വെച്ചിട്ട് ഇതൊന്ന് സ്റ്റെം വയറിൽ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് ചുറ്റിക്കൊടുക്കാം. ഏൻഷ്യൻ ഗ്രീക്കിലും റോമിലുമാണ് നമ്മുടെ ക്രിസ്മസ് റീത്ത് ഉടലെടുത്തതെന്നാണ് വിശ്വാസം. ഒരിക്കലും നശിക്കാത്ത ജീവൻ അതല്ലെങ്കിൽ സ്പിരിറ്റിനെയാണ് ഈ റൗണ്ട് ഷേപ്പിൽ സൂചിപ്പിക്കുന്നത്. എല്ലാവരും വീഡിയോ കണ്ടൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഒത്തിരി ക്രാഫ്റ്റ് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടിട്ടുണ്ട്. എല്ലാവരും കയറി ഒന്ന് കണ്ടു നോക്കുക. ക്രിസ്മസ് ഡെക്കറേഷൻസിന് വേണ്ടിയിട്ട് ഒരു പ്ലേലിസ്റ്റ് തന്നെയുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ക്രാഫ്റ്റുകളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പൈൻ ലീഫ് റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ചെറീസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ സ്റ്റെം വയറും കുറച്ച് ബീഡ്സുമാണ്. സ്റ്റെം വയറുമേൽ ഇതുപോലെ ഗം വെച്ചിട്ട് ഞാൻ ബീഡ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നമുക്ക് കളർ ചെയ്ത് കൊടുക്കാം. കളറില്ലാത്തതും കളറുള്ളതുമായിട്ടുള്ള ചെറീസ് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം ഞാൻ കളറില്ലാത്തതാണ് ഇപ്പോൾ കാണിക്കുന്നത്. ക്രിസ്മസ് കാലം ആവുന്നതിന് കുറച്ച് മുമ്പ് തന്നെ നമ്മൾ ക്രിസ്മസ് ഡെക്കോർ ഐറ്റംസൊക്കെ മേടിച്ച് വയ്ക്കാൻ നോക്കുക. അതുപോലെ ക്രിസ്മസിന് വേണ്ട ക്രാഫ്റ്റ് സാധനങ്ങളും ആ സമയത്ത് തന്നെ മേടിക്കുക. അപ്പോൾ ഇത്തിരി റേറ്റ് കുറവായിരിക്കും. ക്രിസ്മസ് അടുക്കും തോറും ഈ ഐറ്റംസിനൊക്കെ വളരെയധികം വിലയാണ്. വൈറ്റ് ചെറീസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമ്മുടെ റീത്തിലേക്ക് വൈറ്റ് ചെറീസ് ആവശ്യമില്ല. എന്നാലും ഞാൻ ഇത് കാണിച്ചു തന്നതാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. നമുക്ക് വേണ്ടത് റെഡ് ചെറീസ് ആണ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചെറീസ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ റീത്തിൽ ഇതെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. കുറച്ച് കൂടുതൽ എണ്ണം ഞാൻ പൈൻ ലീഫ് ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓരോന്നായിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് ഒട്ടിച്ചു വെക്കുക. ഞാൻ സിമ്പിളായിട്ടുള്ള റീത്താണ് കേട്ടോ ചെയ്യണത്. ചിലർ എല്ലാ ഭാഗത്തും കവേർഡ് ആയിട്ടുള്ള റീത്ത് ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാണ്. ക്രിസ്മസ് ഡെക്കോറൊക്കെ കിട്ടുന്ന ഷോപ്പിൽ പോയിട്ട് ഇതുപോലത്തെ ഒരു റീത്ത് മേടിക്കാൻ നോക്കിയാൽ നല്ല വിലയുണ്ട് കേട്ടോ. അപ്പോൾ പറ്റുന്നതും എല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി വയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ പൈൻ ലീഫ് എല്ലാനും നമ്മൾ ഇതുപോലെ തന്നെ ഒട്ടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് കോൺസ് ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഒട്ടിച്ച് വെക്കുന്നത് നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ബെറീസാണ്. ബെറീസിനെ ഞാൻ ഇതുപോലെ 2 ഭാഗത്തായിട്ടും ഗം വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് റീത്ത് റെഡി ആയിരിക്കുകയാണ്. ഇത് ഏകദേശം ഒറിജിനൽ റീത്ത് പോലെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്യുക, ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു. ബൈ ബൈ.